ഇന്നത്തെ പത്രത്തിൽ നമ്മുടെ രാജേഷ് മന്ത്രി വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതായത് പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ്, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നമ്മൾ സാധാരണക്കാരായിട്ടുള്ളവർ പല കാര്യങ്ങൾക്കും കയറി ഇറങ്ങുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് കാലതാമസം നേരിടുകയാണെങ്കിൽ അടുത്ത 15 ദിവസത്തിനുള്ളിൽ ഈ വക ഓഫീസുകളുടെ ചുമരിലൊക്കെ ഒരു വാട്സപ്പ് നമ്പർ വരാൻ പോവുകയാണ്. ഓഫീസിൽ നമ്മളുമായി ബന്ധപ്പെട്ട പരാതികൾ നമുക്ക് പരാതിയായി തോന്നിക്കഴിഞ്ഞാൽ ആ വാട്സപ്പ് നമ്പറിൽ എഴുതി അയച്ചു കൊടുത്താൽ അതിന് പരിഹാരം ഉണ്ടാവും എന്ന് നമ്മളെ രാജേഷ് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിന് പരിഹാരം ഉണ്ടാവും, അതിൽ യാതൊരു സംശയവും വേണ്ട. കാരണം കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള ഒരുപാട് പരാതികൾ അദാലത്തിലൂടെ പരിഹരിച്ചൊരു മന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത്തരം വാട്സപ്പ് നമ്പറുകൾ 15 ദിവസത്തിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് ഉപയോഗപ്പെടുത്തണം. വില്ലേജ് ഓഫീസിൽ പോയിട്ട് കാര്യമില്ല, പഞ്ചായത്ത് ഓഫീസിൽ പോയിട്ട് കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് ചായപ്പീടിലിരുന്ന് വർത്തമാനം പറയല്ല വേണ്ടത്. എന്താണ് ഈ കാര്യമില്ലാത്തതെന്നുള്ളത് അതിലാണ്ട് എഴുതി വിട്ടു കൊടുത്താൽ പരിഹാരം ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാമല്ലോ. കാരണം പത്രത്തിൽ വെറുതെ അച്ചടിച്ച് വരുന്നതൊന്നല്ലത്. അഴിമതി തുടച്ചു നീക്കും പഞ്ചായത്തിലും വില്ലേജിലും ഓഫീസുകളിൽ നിന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇനി പത്രം കിട്ടാത്തവർക്കുള്ളതല്ല ഞാനീ പറയണത്. ഇത് വായിക്കാൻ നേരമില്ലാത്തവർക്ക് ഇത് കേൾക്കാൻ നേരമുണ്ടെങ്കിൽ കേട്ടോട്ട് വെച്ചിട്ട് പറയുന്നതാണ്. മനസ്സിലായ? അജിത് കുമാറിനെ മാറ്റിയതും മറ്റുള്ള കാര്യങ്ങളൊക്കെ പത്രത്തിലുണ്ടെങ്കിലും എനിക്കിപ്പോൾ ആവശ്യം നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പഞ്ചായത്ത് ഓഫീസിൽ ഇങ്ങനൊരു സൗകര്യം ഉണ്ടെങ്കിൽ ആ സൗകര്യം ഉപയോഗിക്കലാണ് വളരെ പ്രധാനം എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ വാട്സപ്പിൽ വന്നത്. കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നാളെ വരിട്ടാന്ന് ലോട്ടറിക്കാരെ മാതിരി നാളെ എന്ന് പറഞ്ഞ കാര്യം നടക്കില്ലല്ലോ. അപ്പോൾ 2 നാളെ കഴിയുമ്പോൾ 3-ാമത്തെ നാളെ നമുക്ക് ഈ വാട്സപ്പിൽ എഴുതി വിടാമല്ലോ. പരിഹാരം ഉണ്ടാവും, മറുപടി വരും. അത് തീരുമാനമാക്കിയിട്ട് തന്നെയാണ് ഈ പരിപാടിയൊക്കെ തുടങ്ങുന്നത്. അതുകൊണ്ട് കിട്ടുന്ന ചാൻസുകൾ വളരെ ഭംഗിയായിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതൊന്നും നടക്കില്ല എന്നൊരു മുൻവിധി വേണ്ട. അതൊക്കെ വെറുതെ ആദ്യമേ അങ്ങോട്ട് പറഞ്ഞു വരത്തും. അത് വേണ്ട. ചെയ്ത് നോക്ക്. എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളോ ജോലി നമ്മുടെ ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് ചെല്ലുമ്പോണ്ടാണെന്നുണ്ടെങ്കിൽ ഈ 15 ദിവസത്തിനുള്ളിൽ തരാൻ പോകുന്ന നമ്പറിൽ വിളിക്കല്ല, അതിലാണ്ട് പോസ്റ്റ് ചെയ്താൽ മതി. എഴുതിയും കൊണ്ട് കുട്ടികളെ കൊണ്ട് എഴുതിച്ചാൽ മതി. ഇന്നെപ്പോലത്തെ പ്രായക്കാർക്ക് ഇനി എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുട്ടികളെ കൊണ്ട് എഴുതിച്ചാൽ മതി. മറുപടി വരുമില്ല എന്ന് നമുക്ക് നോക്കാമല്ലേ. വെറുതെ രാജേഷ് മന്ത്രി ഒന്നും പറയില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ സർക്കാർ നമുക്ക് ചെയ്യുമ്പം അത് ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ബുദ്ധിമുട്ടുകൾക്കും നമ്മുടെ വിഷമങ്ങൾക്കും ഓഫീസിനകത്തു നിന്നുണ്ടാവുന്ന പരിഹാരം കിട്ടാൻ താമസിക്കുമ്പോഴാണ് ഈ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കേണ്ടത്. എല്ലാവരും എന്തെല്ലാം ആവശ്യങ്ങൾക്ക് പോകുന്നോ ആ ആവശ്യങ്ങൾ നടന്നില്ലെങ്കിൽ ഇത്ര ദിവസമായി ഞാനിതാ ഒരു 10 പ്രാവശ്യമായിട്ട് ഇങ്ങനെ കയറിപ്പോകണം. ഞാൻ ഒരു പണിക്കാരനാണ്, എൻ്റെ ശമ്പളങ്ങൾ തരുമോയെന്നൊക്കെ ചോദിച്ചാണ്ട് എഴുതി വിട്ടോളെയും. അപ്പോൾ താനേ പരിഹാരം വന്നോളും. അതിനായി എല്ലാവരും ഇത്തരം അവസരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അത് ഗുണപരമായിട്ട് ഉപയോഗിക്കാൻ നിങ്ങൾ തയ്യാറാവുക. നമ്മൾ ആർക്കും ഒരു ദ്രോഹം ചെയ്യേണ്ട. നമ്മൾ എങ്ങോട്ട് ദ്രോഹിച്ചാൽ നമുക്ക് അങ്ങോട്ട് ദ്രോഹിക്കല്ല, നമുക്ക് അതിനുള്ള തീരുമാനം ഉണ്ടായാൽ മതി. അതുകൊണ്ട് ആ വാട്സപ്പ് നമ്പർ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി 15 ദിവസത്തിനുള്ളിൽ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കിട്ടിയാൽ ഞാൻ ആദ്യം നിങ്ങൾക്ക് തരും. അതുകൊണ്ട് എല്ലാവരും ഈ പറഞ്ഞ വീഡിയോ ഉണ്ടല്ലോ കണ്ടിട്ട് ഷെയർ ചെയ്യുക. ഇത് ഷെയർ ചെയ്യാൻ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ തന്നെ ഇങ്ങനൊരു വാട്സപ്പ് നമ്പർ 15 ദിവസത്തിനുള്ളിൽ വരുമോ, എനിക്ക് എങ്ങനെയെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, അത് ശരി, അത് വരട്ടെ, നമുക്ക് നോക്കാമല്ലോ എന്ന് എല്ലാവർക്കും തോന്നുമ്പം ഓരോ പരാതികൾ, കൃത്യമായ പരാതികൾ അങ്ങോട്ട് ചെല്ലുമ്പം അവിടെ ഇരിക്കുന്നവർക്ക് വലിയൊരു സുഖമൊന്നും ഉണ്ടാവില്ല. കാരണം പരാതികളാണ് ഈ ചെല്ലണത്. അപ്പോൾ അവർ വേഗം പരിഹാരം ഉണ്ടായിക്കോളും. മനസ്സിലായോ? അപ്പോൾ അത് അറിയാത്തവരുണ്ടാവും. കാരണം ചില പത്രങ്ങളൊന്നും ചിലർ വായിക്കൂല. ചില പത്രങ്ങൾ വായിക്കണ പത്രത്തിൽ ചിലപ്പോൾ ഇത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനെയുണ്ട്. അതുകൊണ്ടല്ല, നമുക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ വരാത്ത എത്രയോ പത്രങ്ങളുണ്ട്.
അത് ഇല്ലയെന്നാരും വിചാരിക്കൊന്നും വേണ്ട. നമുക്ക് ഉപകാരങ്ങളുള്ള ഒരുപാട് കാര്യങ്ങൾ വരാത്ത പത്രങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ ഇത് വന്ന വിവരങ്ങൾ ഞാൻ നിങ്ങളെ അറിയിക്കുന്നത് ശരിയാണോ തെറ്റാണോ നോക്കാൻ നിങ്ങൾ പേടിക്കണ്ട. ഞാനങ്ങനെ കളവും കാര്യങ്ങളൊന്നും പറയുന്ന ആളൊന്നുമല്ല. ആ ബേജാറൊന്നും നിങ്ങൾക്ക് വേണ്ട. അതുകൊണ്ട് നമ്മൾ എന്നെന്ന് പറഞ്ഞതുപോലെ കയറി ഇറങ്ങുന്ന സ്ഥലങ്ങളാണ് ഈ വില്ലേജ് ഓഫീസ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് പോകും. നിങ്ങൾ നാളെ വരിട്ട എന്നുള്ള ആ വർത്താനം നിൽക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ചിക്കിളി കിട്ടാനുള്ള കളി നമ്മൾ എഴുതി വിട്ടാൽ പരിഹാരം വരുമല്ലോ. പിന്നെ എന്താ നമ്മൾ മേടിക്കണം? പരിഹാരം വന്നില്ലെങ്കിൽ നമ്മൾ എഴുതിയിട്ട് തെളിവുണ്ടാവുമല്ലോ, അത് വെച്ച് നമുക്ക് ചോദിക്കാമല്ലോ. നിങ്ങളെന്താ ഈ പറയണത്? രാജേഷ് മന്ത്രിൻ്റെ ഒക്കെ ഫോണിൽ ഡയറക്റ്റ് വിളിച്ചാൽ ഒഴിവുണ്ടെങ്കിൽ അവർ ഫോൺ എടുക്കുകയും ചെയ്യും, കാര്യങ്ങൾ പറയും ചെയ്യും. നിങ്ങൾ ഈ വിചാരിക്കണ മാതിരി ഒന്നല്ല. ആൾക്കാർക്ക് പലതും പറയാം. നിങ്ങൾ വിളിച്ചു നോക്കി, നിങ്ങൾക്കൊരു കാര്യം ഉണ്ടെങ്കിൽ വിളിച്ചു നോക്കി, അതിന് പരിഹാരം പറഞ്ഞു തരും. മനസ്സിലായ? അതാ നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ എല്ലാ പത്രത്തിലൊന്നും ചിലപ്പോൾ ചർമ്മക്കോളത്തിലൊക്കെ ഈ വിവരങ്ങളൊക്കെ വരിക. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത്. ഇത് ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇത് ഷെയർ ചെയ്യുക. ഷെയർ ചെയ്തിട്ട് ആൾക്കാരറിയട്ടെ. ആൾക്കാർ നല്ല കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ചെയ്യണ്ടേ? ഇത് ഒരു സൽക്കർമ്മത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പറയണത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത് കേൾക്കുന്ന ആളുകൾ വേഗം ഷെയർ ചെയ്യുക. അതുമാത്രമല്ല, എനിക്കൊരു ഉപകാരം എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് തന്നാൽ അത് നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ സർക്കാർ ചെയ്തു തരുന്ന എന്ത് നല്ല കാര്യം ഞാൻ വായിക്കണ പത്രത്തിൽ വന്നാൽ നിങ്ങൾക്ക് എത്തും. മനസ്സിലായ? വരാത്ത പത്രങ്ങളൊന്നും എൻ്റെ ഒരു വിഷയം തന്നെയല്ല. ഞാൻ വായിക്കണ പത്രത്തിൽ വന്നാൽ അത് ഞാൻ നിങ്ങളെ അറിയിക്കും. ആ കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട. നിങ്ങളെന്താ ചെയ്യേണ്ടത്? ഇത് കേട്ട് ഇതറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് ഞാൻ വായിക്കണ പത്രത്തിൽ തന്നെ അത് വരും. ആ വാട്സപ്പ് വന്നു കഴിഞ്ഞാൽ, നമ്പർ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ദിവസം ഞാൻ ഇരുന്നാണ്ട് പറഞ്ഞു തരും. നിങ്ങളവിടെ നോട്ട് ചെയ്ത് വെച്ചോളി. നിങ്ങളവിടെ 2 പ്രാവശ്യം 3 പ്രാവശ്യം പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഒരാളൊരു വാട്സപ്പ് നമ്പർ തന്നിക്കണം സർക്കാരിൻ്റെ ഒന്നും പറഞ്ഞിട്ട്. അതിൽ എഴുതി നോക്കട്ടെ എന്ന് വിചാരിക്കുക. പക്ഷേ കൃത്യമായ പരാതികളായിരിക്കണം. നമുക്ക് ബുദ്ധിമുട്ടുള്ള പരാതികൾ നമ്മളെ ബുദ്ധിമുട്ടിച്ചോ നമുക്ക് അത് പരാതി. അതല്ലാതെ പരാതിക്ക് വേണ്ടി പരാതിയല്ല കേട്ടോ, അത് ശ്രദ്ധിക്കണം. ഒരു ഓഫീസിൽ നിന്ന് നമ്മളെ ബുദ്ധിമുട്ടിക്കണമെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് പരാതിയാണ്. ആ പരാതി നിങ്ങൾ എഴുതി അറിയിക്കുക. അതിന് മറുപടി ഉണ്ടാവും. എല്ലാവരും ഈ വീഡിയോ കേട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക. പറ്റുമെങ്കിൽ ഒരു നല്ല കാര്യം ചെയ്യുന്ന ആളല്ലേ എന്നുള്ള നിലക്ക് സബ്സ്ക്രൈബ് ചെയ്ത് തന്നാൽ അത്രയും നല്ലതെന്നേ പറയുള്ളൂ. നിർബന്ധിക്കാനൊന്നും നമ്മളില്ല. കാരണം ഒരു നല്ല കാര്യം ചെയ്യണമെങ്കിൽ കൂലി വാങ്ങണ മാതിരത്തെ ഒരു അവസ്ഥ സബ്സ്ക്രൈബ് ചെയ്യണോ എന്ന് പറഞ്ഞാൽ ശരിയില്ല. എന്നാലും സബ്സ്ക്രൈബ് ചെയ്താൽ ഒരു നല്ല കാര്യം. കാരണം അത്ര ആളുകൾ എൻ്റെ ഇതെല്ലാം കേൾക്കുന്നുണ്ടല്ലോ എന്നൊക്കെ എനിക്കും അറിയാമല്ലോ. അതേപോലെ ബെല്ലൈക്കൺ ഉണ്ടെങ്കിൽ അതൊന്ന് നെക്കിയിട്ടുണ്ടെങ്കിൽ മറ്റേ നല്ല കാര്യങ്ങൾ വരുന്ന വീഡിയോ ഉണ്ടാവും. ആ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തമാശമേൽക്കൊന്നും പോകാൻ പറ്റിയ സമയമല്ല. ഇപ്പം തമാശ അറിയാഞ്ഞിട്ടൊന്നുമല്ല. അവിടെ നിൽക്കട്ടെ, നമ്മൾ ഇതൊക്കെ ഒന്ന് ആദ്യം തീരുമാനമാകട്ടെ, എന്നിട്ടല്ലേ. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരെ അറിയിക്കുക, കൂടെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എന്നെ സഹായിക്കുക.